ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗണിതശാസ്ത്രത്തിലെ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ 1, 2, 3, 4, 5 അങ്ങനെ തുടർന്ന് പോകുന്ന സംഖ്യകളുടെ ഗണത്തെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് എണ്ണൽ സംഖ്യകൾ? 1, 2, 3, 4, 5 അങ്ങനെ തുടർന്ന് പോകുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. ഇനി എണ്ണൽ സംഖ്യയുടെ പ്രത്യേകത, രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക മറ്റൊരു എണ്ണൽ സംഖ്യ തന്നെയായിരിക്കും. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് 1. അപ്പോൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 1 ആണ് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. അതുപോലെ തന്നെ ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യയാണ് 1. അപ്പോൾ എന്തൊക്കെയാണ് 1ൻ്റെ പ്രത്യേകതകൾ? ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ്, അതുപോലെ തന്നെ ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ കൂടിയാണ് 1. ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ്. ഒരു സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യ ഒരു ഇരട്ട സംഖ്യയായിരിക്കും. അപ്പം ഏതാണ് ഇരട്ട സംഖ്യ? 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് ഇരട്ട സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഇരട്ട സംഖ്യകൾക്ക് ഉദാഹരണമാണ് 2, 4, 6, 8 അങ്ങനെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെല്ലാം. 2 ഇരട്ട സംഖ്യകളുടെ തുകയും ഗുണനഫലവും ഒരു ഇരട്ട സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ 2 ഇരട്ട സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ഒരു ഇരട്ട സംഖ്യ തന്നെയായിരിക്കും ഉത്തരം. അതുപോലെ 2 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും ഒരു ഇരട്ട സംഖ്യ തന്നെയായിരിക്കും ഉത്തരം. ഒറ്റ സംഖ്യകൾ. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യയെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നു. അപ്പോൾ ഒറ്റ സംഖ്യകൾ എന്താ? 2 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളെയെല്ലാം ഒറ്റ സംഖ്യകൾ എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണം 1, 3, 5, 7 അങ്ങനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത സംഖ്യകളെല്ലാം ഒറ്റ സംഖ്യകൾ എന്ന് വിളിക്കുന്നു. 2 ഒറ്റ സംഖ്യകളുടെ തുക ഒരു ഇരട്ട സംഖ്യയായിരിക്കും, എന്നാൽ ഗുണനഫലം ഒരു ഒറ്റ സംഖ്യയായിരിക്കും. അപ്പോൾ 2 ഒറ്റ സംഖ്യകളെ തമ്മിൽ കൂട്ടിയാൽ ഉത്തരം കിട്ടുന്നത് ഒരു ഇരട്ട സംഖ്യയായിരിക്കും. 2 ഒറ്റ സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം ഒരു ഒറ്റ സംഖ്യ തന്നെയായിരിക്കും. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യയാണ് 1. അഖണ്ഡ സംഖ്യകൾ. 0 ഉൾപ്പെടുന്ന എണ്ണൽ സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ. അപ്പോൾ 0 കൂടി ഉൾപ്പെടുന്ന എണ്ണൽ സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകളെന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യയാണ് 0. അഭാജ്യ സംഖ്യകൾ. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ 1ഉം ആ സംഖ്യയും മാത്രമായാൽ അതിനെ അഭാജ്യ സംഖ്യ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് അഭാജ്യ സംഖ്യയുടെ പ്രത്യേകതകൾ? അഭാജ്യ സംഖ്യയുടെ ഘടകങ്ങൾ 1ഉം ആ സംഖ്യയും മാത്രമായിരിക്കും. ആ സംഖ്യയ്ക്ക് മറ്റ് ഘടകങ്ങൾ ഉണ്ടായിരിക്കില്ല. 0, 1 എന്നീ സംഖ്യകൾ അഭാജ്യ സംഖ്യകളല്ല. 0ഉം 1ഉം അഭാജ്യ സംഖ്യകളുടെ ഗണത്തിൽപ്പെടുന്ന സംഖ്യകളല്ല. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 2. ഏതാണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ? 2 ആണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. അതേപോലെ തന്നെ ഇരട്ട സംഖ്യകളിൽ ആകെയുള്ള അഭാജ്യ ഇരട്ട സംഖ്യ എന്ന് പറയുന്നതും 2 തന്നെയാണ്. 2ന് 1ഉം 2 മാത്രമേ ഘടകങ്ങളായിട്ട് വരുന്നുള്ളൂ. വേറെ ഏത് ഇരട്ട സംഖ്യ എടുത്താലും 1ഉം ആ സംഖ്യയും അല്ലാതെ ആ സംഖ്യയ്ക്ക് മറ്റ് ഘടകങ്ങളും കാണും. ഇപ്പം നമ്മൾ 4 എടുക്കുകയാണെങ്കിൽ 4ൻ്റെ ഘടകങ്ങൾ 1, 2, 4 അങ്ങനെ 3 ഘടകസംഖ്യകളുണ്ട്. 2ന് 1ഉം 2ഉം മാത്രമേ ഘടകങ്ങളായിട്ട് വരുന്നുള്ളൂ. 1നും 100നും ഇടയിൽ 25 അഭാജ്യ സംഖ്യകളുണ്ട്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. 1നും 50നും ഇടയിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം, അതുപോലെ 1നും 100നും ഇടയിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം, അതല്ലെങ്കിൽ 10നും 20നും ഇടയിലെ അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്നിങ്ങനെ നമുക്ക് PSCയിൽ പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. 1നും 50നും ഇടയിൽ 15 അഭാജ്യ സംഖ്യകളാണുള്ളത്. 50നും 100നും ഇടയിൽ 10 അഭാജ്യ സംഖ്യകളാണുള്ളത്. 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 മുതൽ 10 വരെ 4 അഭാജ്യ സംഖ്യകളാണുള്ളത്. 1നും 10നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 4. ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ? 2, 3, 5, 7. 11നും 20നും ഇടയിൽ 4 അഭാജ്യ സംഖ്യകളാണുള്ളത്. 11, 13, 17, 19 എന്നിവയാണ് 11നും 20നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ. 21 മുതൽ 30 വരെ 2 അഭാജ്യ സംഖ്യകളാണുള്ളത്. 23ഉം 29ഉം. 31നും 40നും ഇടയിലും 2 അഭാജ്യ സംഖ്യകൾ തന്നെയാണുള്ളത്. 31ഉം 37ഉം.
41നും 50നും ഇടയിൽ 3 അഭാജ്യ സംഖ്യകളുണ്ട്. 41, 43, 47. 51നും 60നും ഇടയിൽ 2 അഭാജ്യ സംഖ്യകളാണുള്ളത്. 53ഉം 59ഉം. ഇനി 61 മുതൽ 70 വരെ 2 അഭാജ്യ സംഖ്യകളാണുള്ളത്. 61, 67. 71നും 80നും ഇടയിൽ 3 അഭാജ്യ സംഖ്യകളുണ്ട്. 71, 73, 79. 81 മുതൽ 90 വരെ 2 അഭാജ്യ സംഖ്യകളാണുള്ളത്. 83ഉം 89ഉം. 91 മുതൽ 100 വരെ 1 അഭാജ്യ സംഖ്യയാണുള്ളത്. 91നും 100നും ഇടയിലുള്ള അഭാജ്യ സംഖ്യയാണ് 97. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അടുത്തത് ഭാജ്യസംഖ്യകൾ. 1ന് മുകളിലുള്ള അഭാജ്യ സംഖ്യകളല്ലാത്ത എല്ലാ എണ്ണൽ സംഖ്യകളും ഭാജ്യസംഖ്യകളാണ്. നമുക്കറിയാം 1 ഭാജ്യസംഖ്യയുമല്ല അഭാജ്യസംഖ്യയുമല്ല. അപ്പോൾ 1ന് മുകളിലുള്ള അഭാജ്യ സംഖ്യകളല്ലാത്ത എല്ലാ എണ്ണൽ സംഖ്യകളും ഭാജ്യസംഖ്യകളാണ്. എല്ലാ ഭാജ്യസംഖ്യകൾക്കും 1ഉം ആ സംഖ്യയും കൂടാതെ മറ്റ് ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ ഭാജ്യസംഖ്യയുടെ പ്രത്യേകത? 1ഉം ആ സംഖ്യയും കൂടാതെ മറ്റ് ഘടകങ്ങൾ ഉണ്ടായിരിക്കും. അഭാജ്യസംഖ്യയ്ക്കാണെങ്കിലോ 1ഉം ആ സംഖ്യയും മാത്രമേ ഘടകങ്ങളായിട്ട് വരുള്ളൂ. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ 4ആണ്. അപ്പോൾ ഏതാണ് ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ? 4ആണ് ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ. ഭിന്നസംഖ്യകൾ. എന്താണ് ഭിന്നസംഖ്യകൾ? p/q രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെയാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അതായത് ഛേദമായിട്ടും അംശമായിട്ടും എഴുതുന്ന സംഖ്യകളാണ് ഭിന്നസംഖ്യകൾ. ഇവിടെ ക്യൂവിൻ്റെ വില അല്ലെങ്കിൽ ഛേദത്തിൻ്റെ സ്ഥാനത്തൊരിക്കലും 0 വരാൻ പാടില്ല. ഭിന്നസംഖ്യകൾക്ക് ഉദാഹരണങ്ങളാണ് 1/2, 3/4, 5/6 തുടങ്ങിയ സംഖ്യകൾ. പൂർണ്ണസംഖ്യകൾ. എണ്ണൽ സംഖ്യകളും അവയുടെ നെഗറ്റീവും 0ഉം ഉൾപ്പെടുന്ന സംഖ്യാഗണമാണ് പൂർണ്ണസംഖ്യകൾ. അപ്പോൾ എന്താണ് പൂർണ്ണസംഖ്യകൾ? എണ്ണൽ സംഖ്യകൾ ഉണ്ടാകും, അതുപോലെ തന്നെ അവയുടെ നെഗറ്റീവ് ഉണ്ടാകും. അതായത് -1, -2, -3 അങ്ങനെയുള്ള സംഖ്യകൾ കാണും. 0 കാണും. 1, 2, 3 ഇങ്ങനെയുള്ള സംഖ്യകളുടെ ഗണമാണ് പൂർണ്ണസംഖ്യകൾ എന്നറിയപ്പെടുന്നത്. ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണസംഖ്യയാണ് -1. നെഗറ്റീവും പോസിറ്റീവും അല്ലാത്ത പൂർണ്ണസംഖ്യയാണ് 0. സമ്പൂർണ്ണ സംഖ്യ. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക അതേ സംഖ്യ തന്നെ ആയാൽ അതിനെ സമ്പൂർണ്ണ സംഖ്യ എന്ന് പറയുന്നു. അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം അതേ സംഖ്യ തന്നെയാണെങ്കിൽ ആ സംഖ്യയെ സമ്പൂർണ്ണ സംഖ്യ എന്ന് പറയുന്നു. 6ആണ് ഏറ്റവും ചെറിയ സമ്പൂർണ്ണ സംഖ്യ. 6ൻ്റെ ഘടകങ്ങളായ 1, 2, 3 എന്നിവയുടെ തുക 6 തന്നെയാണ്. അതായത് 1, 2, 3 എന്നീ ഘടകസംഖ്യകൾ കൂട്ടുമ്പോൾ 6 തന്നെയാണ് ഉത്തരം കിട്ടുന്നത്. അപ്പം 6ആണ് ഏറ്റവും ചെറിയ സമ്പൂർണ്ണ സംഖ്യ. ഘടകങ്ങളിൽ 6നെ പരിഗണിക്കില്ല. 6, 28, 496, 8128 എന്നിവയാണ് ആദ്യത്തെ 4 സമ്പൂർണ്ണ സംഖ്യകൾ. അതും പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തത് സമൃദ്ധ സംഖ്യകൾ. എന്താണ് സമൃദ്ധ സംഖ്യകൾ? ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയേക്കാൾ കൂടുതലായാൽ അതിനെ സമൃദ്ധ സംഖ്യ എന്ന് പറയുന്നു. അതായത് ആ സംഖ്യയുടെ ഘടകസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം ആ സംഖ്യയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ഒരു സമൃദ്ധ സംഖ്യ എന്ന് പറയും. ഉദാഹരണത്തിന് നമുക്ക് 12ൻ്റെ ഘടകങ്ങൾ വെച്ചിട്ടൊന്ന് കൂട്ടി നോക്കാം. 12ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 12, 2, 6, 3, 4 ഇവയൊക്കെ 12ൻ്റെ ഘടകങ്ങളാണ്. ഇതിൽ 12നെ മാറ്റി നിർത്തിയിട്ട് ബാക്കി ഘടകങ്ങളെ തമ്മിൽ കൂട്ടണം. അപ്പം 1, 2, 3, 4, 6 ഈ ഘടകങ്ങളെ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക 16ആണ്. 16 12നേക്കാൾ വലിയ സംഖ്യയാണ്. അപ്പോൾ 12 ഒരു സമൃദ്ധ സംഖ്യയാണ്. അതായത് 12ൻ്റെ ഘടകസംഖ്യകളെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക 12നേക്കാൾ വലുതാണ്. 12, 16, 20 എന്നിവയെല്ലാം സമൃദ്ധ സംഖ്യകളാണ്. 945 ആദ്യത്തെ ഒറ്റ സമൃദ്ധ സംഖ്യ. ഏതാണ് അപ്പം ആദ്യത്തെ ഒറ്റ സമൃദ്ധ സംഖ്യ? 945. അടുത്തത് ശുഷ്കസംഖ്യകൾ. ശുഷ്കസംഖ്യകൾ എന്താണ്? ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയേക്കാൾ ചെറുതായാൽ അവയെ ശുഷ്കസംഖ്യകൾ എന്ന് പറയുന്നു. അതായത്
ഈ ഘടകസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക ആ സംഖ്യയേക്കാൾ ചെറുതാണെങ്കിൽ അതിനെ ശുഷ്കസംഖ്യകൾ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് 15ൻ്റെ ഘടകങ്ങളാണ് 1, 15, 3, 5 എന്നിവ. ഇതിൽ 15നെ മാറ്റി നിർത്തിയിട്ട് 1, 3, 5 എന്നിവ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 8ആണ്. അത് 15നേക്കാൾ കുറവാണ്. അതുകൊണ്ട് 15നെ ഒരു ശുഷ്കസംഖ്യ എന്ന് പറയുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പൂജ്യത്തിൻ്റെ ചില പ്രത്യേകതകളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ചെറിയ അഖണ്ഡസംഖ്യയാണ്. പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത സംഖ്യയാണ്. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യയാണ്. വ്യുൽക്രമമില്ലാത്ത സംഖ്യ. അതുപോലെ തന്നെ പൂജ്യത്തെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 0 തന്നെയാണ്. പൂജ്യത്തിൻ്റെ സങ്കലന വിപരീതവും 0 തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സംഖ്യകളെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.